ഓക്കെ, ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്നുള്ള പോർഷനാണ് എടുത്തിരുന്നത്. നമുക്ക് അവിടെ വെച്ച് തുടങ്ങാം. ബിഫോർ ദി അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് പ്രോസസ് സ്റ്റാർട്ട്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് എക്സ്പെൻസ്. Departmentalization means creating department in the firm so that the overhead expense can be conveniently allocated or apportioned to this department. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓവർഹെഡ് അലോക്കേഷൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്, ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിക്കുക. എന്നിട്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന എക്സ്പെൻസുകളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന എക്സ്പെൻസുകളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന എക്സ്പെൻസുകളെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്. ഓക്കെ, ഇതൊക്കെ പ്രോബ്ലം പാർട്ടാണ്. ഇത് നമുക്ക് ചെയ്യാനുണ്ട്. അതിന് തിയറി പറഞ്ഞ് പോകാം. ഓക്കെ, allocation is a process by which cost item are charged directly to a cost unit or cost center. അതായത് നേരിട്ട് ഒരു കോസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെൻറ്ററിലേക്ക് കോസ്റ്റിനെ ചാർജ് ചെയ്യുന്നതാണ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അലോക്കേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് കോസ്റ്റ് ഐറ്റം ആർ ചാർജ്ഡ് ഡയറക്ട്ലി ടു എ കോസ്റ്റ് യൂണിറ്റ് ഓർ കോസ്റ്റ് സെൻറ്റർ. ഫോർ എക്സാമ്പിൾ, electricity charge can be allocated to various departments if separate meter are installed, and salary of stores clerk can be allocated to stores department. അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ മീറ്റർ വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വരുന്ന ഇലക്ട്രിസിറ്റി ചാർജ് എത്രയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് കൃത്യമായിട്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ അലോക്കേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എക്സ്പെൻസ് കൃത്യമായി ട്രേസ് ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോട്ട് ചെയ്യുന്നതിനെയാണ് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി തേർഡ് സ്റ്റെപ്പ്, അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. നേരത്തെ അലോക്കേഷനിൽ പറഞ്ഞു നമ്മൾ കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നതിന് അതാ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോട്ട് ചെയ്യുന്നു, കോസ്റ്റിന് അലോട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞു. അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റില്ല. ഈ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുള്ള എക്സ്പെൻസാണ് കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ നമുക്ക് പറ്റുന്ന ഏക പോസിബിൾ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് അതിനെ അപ്പോർഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അപ്പോർഷൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. Wherever possible, the overhead are to be allocated. However, if it is not possible to charge the overhead to a particular cost center or cost unit, they are to be apportioned to various departments on some suitable basis. അതായത് നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആണ് ഈ കോസ്റ്റ് വന്നിട്ടുള്ളത് അത് കൃത്യമായിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ഒരു സ്യൂട്ടബിൾ ബേസിസിൽ അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആ ഓവർഹെഡിനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു മാർഗം ഓരോ റൂമിന് വരുന്നിട്ടുള്ള അല്ലെങ്കിൽ ഓരോ മെഷീൻ എത്ര സമയം വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഓരോ റൂമിൽ എത്ര ലൈറ്റ് പോയിൻ്റ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം, അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. റെൻറ്റ്, റിപ്പയർ ഓഫ് ബിൽഡിംഗ്. അപ്പോൾ ഇതിപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് മൊത്തം നമ്മളൊരു ബിൽഡിങ്ങിന് മൊത്തത്തിലായിരിക്കും റെൻറ്റ് കൊടുക്കുക. പക്ഷേ ഓരോ റൂമിൻ്റെ ആയിരിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആ റൂമിൻ്റെ ഫ്ലോർ ഏരിയയുടെ സ്പേസിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടെ റെൻറ്റ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. ഇത് ഇൻഷുറൻസ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി, അത് മെഷീനറിൻ്റെ വാല്യൂയുടെ അടിസ്ഥാനത്തിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. ഹോഴ്സ് പവർ HP-യുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. എംപ്ലോയി ഇൻഷുറൻസ് എക്സ്പെൻസ് ആൻഡ് ക്യാൻറ്റീൻ എക്സ്പെൻസ്, ഇതൊക്കെ എത്ര എംപ്ലോയീസാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. ഓക്കെ, എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് ഈസ് കോൾഡ് ആസ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഓഫ് ഓവർഹെഡ്. ഓക്കെ, ഓവർഹെഡ് അപ്പോർഷൻമെൻറ്റിനെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനൊക്കെ നമുക്ക് പ്രോബ്ലം പാർട്ട് ചെയ്യാനുള്ളതാണ്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓവർഹെഡ് അപ്പോർഷൻമെൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റുകളെ എന്ത് ചെയ്യുന്നു, അലോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് തന്നെ. ഫസ്റ്റ് സ്റ്റേജ് അതാണ്. ആദ്യം ചെയ്യേണ്ടത് ഓർഗനൈസേഷനിലെ ഡിപ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ക്ലാസിഫൈ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഓവർഹെഡ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്.
പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മളത് ചെയ്യാറ്. ഓക്കെ, അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പറയാം. ദെൻ റീഅപ്പോഴ്സ്മെൻറ്റ് ഓഫ് ഓവർഹെഡ്. റീഅപ്പോഴ്സ്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഓവർഹെഡുകളെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. അതിനെ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു. ഇനി ഈ സർവീസ്, കാരണം നമുക്ക് ഈ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റിനെ നമുക്ക് പ്രൊഡക്റ്റിലേക്ക് മാറ്റണം. ആ പ്രൊഡക്റ്റിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോസ്റ്റിനെ ഇതിനെന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള കോസ്റ്റുകളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് റീഅപ്പോഴ്സ്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള കോസ്റ്റിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ ആദ്യം ചെയ്തു, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്തു, അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. അതിനെ വീണ്ടും റീഅപ്പോർഷൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള കോസ്റ്റിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് റീഅപ്പോഴ്സ്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡിപ്പാർട്ട്മെൻറ്റ് ആർ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വന്നും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നും. എന്നിട്ട് റീഅപ്പോഴ്സ്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റീഅപ്പോഴ്സ്മെൻറ്റ് ഓഫ് ഓവർഹെഡ് മീൻസ് ദ ഓവർഹെഡ് ഓഫ് ദി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ റീഅപ്പോർഷൻ ടു ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. നേരത്തെ പറഞ്ഞു, അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വന്നിട്ടുള്ള ഓവർഹെഡുകളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വീതം വെച്ച് കൊടുക്കുക, അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് റീഅപ്പോഴ്സ്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ആസ് പ്രിപ്പറേഷൻ ഓഫ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഓഫ് ഓവർഹെഡ്സ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ആസ് പ്രിപ്പറേഷൻ ഓഫ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഓഫ് ഓവർഹെഡ്. ഓക്കെ, ദ മെത്തേഡ് ഓഫ് റീഅപ്പോർച്ച്മെൻറ്റ് ആർ ഡിവൈഡഡ് ഇൻ ടു ടൈപ്സ്. അപ്പോൾ റീഅപ്പോർച്ച്മെൻറ്റ് രണ്ട് മെത്തേഡാണ് റീഅപ്പോർഷൻ ചെയ്യാനുള്ളത്. ഒന്ന് നോൺ റെസിപ്രോക്കൽ മെത്തേഡും റെസിപ്രോക്കൽ മെത്തേഡും. ദ മെത്തേഡ് ഓഫ് റീഅപ്പോർച്ച്മെൻറ്റ് ആർ ഡിവൈഡഡ് ഇൻ ടു ടൈപ്സ്, non-reciprocal method and second one reciprocal method. Okay, first one നോക്കാം, non-reciprocal method. Under this method, the assumption is that while service department render service to production department, they do not render service to each other. അതായത് നോൺ റെസിപ്രോക്കൽ, റെസിപ്രോക്കൽ എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ്. അപ്പോൾ നോൺ റെസിപ്രോക്കൽ മെത്തേഡ് എന്നുണ്ടെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സർവീസ് റെൻറ്റ് ചെയ്യുന്നു എന്നല്ലാതെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നില്ല, സർവീസ് റെൻറ്റ് ചെയ്യുന്നില്ല. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല, വൺ സൈഡ് മാത്രമേ ഉള്ളൂ. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോൺ റെസിപ്രോക്കൽ മെത്തേഡ്. അതായത് അണ്ടർ ദിസ് മെത്തേഡ് ദ അസംഷൻ ഈസ് ദാറ്റ് വൈൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് റെൻഡർ സർവീസ് ടു ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ദേ ഡു നോട്ട് റെൻഡർ സർവീസ് ടു ഈച്ച് അതർ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നൽകുന്നില്ല, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. ഓക്കെ, അത് ആ മെത്തേഡാണ് നോൺ റെസിപ്രോക്കൽ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് റെസിപ്രോക്കൽ മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ദ അസംഷൻ ഈസ് ദാറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡു റെൻഡർ സർവീസ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ദേ ആൾസോ റെൻഡർ സർവീസ് ടു അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും എന്ത് ചെയ്യുന്നു, അവരുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റെസിപ്രോക്കൽ മെത്തേഡാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ യൂസ് ചെയ്യേണ്ടത് റെസിപ്രോക്കൽ മെത്തേഡാണ്. അണ്ടർ ദിസ് മെത്തേഡ് ദ അസംഷൻ ഈസ് ദാറ്റ് ദ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡു റെൻഡർ സർവീസ് ടു ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ദേ ആൾസോ റെൻഡർ സർവീസ് ടു അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ദ ഫോളോയിങ് മെത്തേഡ് ആർ യൂസ്ഡ് അണ്ടർ റെസിപ്രോക്കൽ മെത്തേഡ്. താഴെ പറയുന്ന രണ്ട് മെത്തേഡുകളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ദ ഫോളോയിങ് മെത്തേഡ് ആർ യൂസ്ഡ് അണ്ടർ റെസിപ്രോക്കൽ മെത്തേഡ്. ഏതൊക്കെയാണ്? റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡും. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. ഓക്കെ, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് റെൻഡർ by service department to the production department and other service department are quantified in the form of percentage. Under this method, service rendered by service department to the production department and other service department are quantified in the form of percentage. അതായത് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും നൽകുന്ന സർവീസസ് ഒരു പെർസെൻറ്റേജ് ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എക്ക് ചിലപ്പോൾ 10% ആയിരിക്കും സർവീസ് കൊടുക്കുന്നത്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക് 20% ആയിരിക്കും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിക്ക് ഒരു 20%, ബാക്കി വേറെ ഏതെങ്കിലും സർവീസിന്. അങ്ങനെ ആണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ സേവനം നൽകുന്നതെങ്കിൽ ആ പെർസെൻറ്റേജിൽ അവരുടെ ആ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുള്ള കോസ്റ്റിന് എന്ത് ചെയ്യുന്നു,
ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. Then the service department costs are reapportioned to the production department on the basis of these percentage. The process is repeated again and again till the negligible figure is reached. അതങ്ങനെ ഈ എന്ത് ചെയ്യുന്നു, ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് 0 ആവുക അല്ലെങ്കിൽ ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് ആവുന്ന സമയം വരെ നമ്മൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പറയാം. Under this method, service rendered by service department to production department and other service department are quantified in the form of percentage. The service department costs are reapportioned to the production department on the basis of these percentage. The process is repeated again and again till a negligible figure is reached. ഓക്കെ, അപ്പോൾ നമ്മളിത് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ഈ മെത്തേഡിന് ഈ ഒരു പേര് വന്നത്, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അതായത് ഒന്നുകൂടി പറയാം, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വന്നിട്ടുള്ള കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കിൻ്റെ പേഴ്സൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് റീഅപ്പോർഷൻ ചെയ്ത് ആ എമൗണ്ട് നെഗ്ലിജിബിൾ ആവുന്ന സമയം വരെ അല്ലെങ്കിൽ 0 ആവുന്ന സമയം വരെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഇപ്പോൾ തിയറി ഒന്ന് മനസ്സിലാക്കി, കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പ്രോബ്ലം നമുക്ക് ചെയ്യാം. അടുത്ത മെത്തേഡാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് അൾജിബ്രിക് മെത്തേഡ് ഇൻ വിച്ച് simultaneous equations are formed and the amount of overhead expense of each service department are found out by solving the equations. ഇതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സൈമൾട്ടേനിയസ് ഇക്വേഷൻ ചെയ്തിട്ട് ഇക്വേഷൻ രൂപീകരിച്ചിട്ട് അതിൻ്റെ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓവർഹെഡിനെ റീഅപ്പോർഷൻ ചെയ്യുന്നതിനാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ദ ടോട്ടൽ എക്സ്പെൻസ് ദസ് ഒബ്റ്റെയിൻഡ് ആർ ദെൻ ഡയറക്ട്ലി ട്രാൻസ്ഫർഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് കണ്ടെത്തിയിട്ട് അതിനെ ഡയറക്റ്റ്ലി നേരിട്ട് ഈ ഇക്വേഷൻ സൈമൾട്ടേനിയസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, ദിസ് ഈസ് ആൻ അൾജിബ്രിക് മെത്തേഡ് ഇൻ വിച്ച് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ആർ ഫോംഡ് ആൻഡ് എമൗണ്ട് ഓഫ് ഓവർഹെഡ് എക്സ്പെൻസ് ഓഫ് ഈച്ച് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ ഫൗണ്ട് ഔട്ട് ബൈ സോൾവിങ് ദി ഇക്വേഷൻസ്. ഓക്കെ, ഇതും നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ സിമ്പിളായിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി. സൈമൾട്ടേനിയസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓവർഹെഡ് എക്സ്പെൻസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. Absorption means charging equitable share of overhead expense to the product. അപ്പോൾ നമ്മൾ തൊട്ട് 4ാമത്തെ സ്റ്റെപ്പ് വരെയുള്ള പ്രോസസ്സിലൂടെ നമ്മൾ ഓവർഹെഡിനെ നമ്മൾ എന്ത് ചെയ്തു, ഓവർഹെഡ് എക്സ്പെൻസുകൾ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏത് സ്റ്റെപ്പിലൂടെ, സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഓവർഹെഡ് എക്സ്പെൻസ്, ഇനി ആ ഓവർഹെഡ് എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റിലേക്ക് ചാർജ് ചെയ്യണം. എന്നാലും പ്രോഡക്റ്റിലേക്ക് ചാർജ് ചെയ്യണം. കാരണം നമ്മുടെ മെയിൻ എയിം എന്തുണ്ടെങ്കിൽ ഈ എക്സ്പെൻസിൽ പ്രോഡക്റ്റിലേക്ക് ചാർജ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് സെല്ലിംഗ് പ്രൈസ് കണ്ടെത്തി അതിലൂടെ റവന്യൂ ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് കണ്ടെത്തണമെങ്കിൽ ഈ ഓവർഹെഡ് എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യണം. അപ്പോൾ അബ്സോർപ്ഷൻ മീൻസ് ചാർജിങ് ഇക്വിറ്റബിൾ ഷെയർ ഓഫ് ഓവർഹെഡ് എക്സ്പെൻസ് ടു ദി പ്രൊഡക്റ്റ്. നേരത്തെ നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള പ്രോസസ്സ് സ്റ്റെപ്പിലൂടെ നമ്മൾ ചെയ്ത് വെച്ച് കണ്ടെത്തിയിട്ടുള്ള ഓവർഹെഡ് എക്സ്പെൻസിനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റിലേക്ക് ചാർജ് ചെയ്യണം. അതാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ദ അബ്സോർപ്ഷൻ ഈസ് ടു ബി മെയ്ഡ് ഓൺ സം suitable basis. The absorption is to be made on some suitable basis. അതായത് അബ്സോർപ്ഷൻ ചെയ്യുന്നത് ചില സ്യൂട്ടബിൾ ആയിട്ടുള്ള ചില ബേസിസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് the basis is the absorption rate, which is calculated by dividing the overhead expense by the base selected. അതായത് ഈ സൂട്ടബിൾ ബേസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവർഹെഡ് റേറ്റിന് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ റേറ്റിനെയാണ് അതായത് ഈ അബ്സോർപ്ഷൻ റേറ്റിനെയാണ് നമ്മൾ സൂട്ടബിൾ ബേസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അബ്സോർപ്ഷൻ റേറ്റ് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ ഓവർഹെഡ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ യൂണിറ്റ് ഓഫ് ദി ബേസ് സെലക്റ്റഡ്. ഏത് ബേസാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് ഓവർഹെഡ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ യൂണിറ്റ്സ് ഓഫ് ദി ബേസ് സെലക്റ്റഡ്. ഒന്നുകൂടി പറയാം, അബ്സോർപ്ഷൻ മീൻസ് ചാർജിങ് ഇക്വിറ്റബിൾ ഷെയർ ഓഫ് ഓവർഹെഡ് എക്സ്പെൻസ് ടു ദി പ്രൊഡക്റ്റ്.
അതായത് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള സ്റ്റെപ്പിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഓവർഹെഡ് എക്സ്പെൻസിനെ പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യുന്നതിനെയാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിനെയാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. Absorption is to be made on some suitable basis. The basis is the absorption rate. ആ ബേസിസിനെ വിളിക്കുന്ന പേരാണ് absorption rate, which is calculated by dividing the overhead expense by the base selected. Question നോക്കുക. Overhead absorption rate is equal to overhead expense divided by units of the base selected. The method used for absorption are follows. അബ്സോർപ്ഷൻ റേറ്റ് അല്ലെങ്കിൽ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് താഴെ പറയുന്നത്. ഈ താഴെ പറയുന്ന ബേസിസിലേക്ക് നമുക്ക് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കണ്ടുപിടിക്കാം. ഇതൊക്കെ പ്രോബ്ലം പാർട്ടാണ്, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒന്ന് ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ്, എത്ര പ്രൊഡക്ഷൻ യൂണിറ്റ്, ഓവർഹെഡ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ എത്ര യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ ബേസിസ് ഓഫ് ഡയറക്റ്റ് ലേബർ ഹവർ, ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ബേസിസ് ഓഫ് മെഷീൻ ഹവർ, ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് പ്രൈം കോസ്റ്റ്. ഇതിൻ്റെ ഇങ്ങനെ ഈ ബേസിസിലൊക്കെ നമുക്ക് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കണ്ടെത്താം. എന്നിട്ട് അതിന് പ്രൊഡക്റ്റിലേക്ക് ഈ ഓവർഹെഡ് എക്സ്പെൻസിനെ പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യാം. അതാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും ഇത്രയും പോർഷൻസാണ് പഠിക്കാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓരോ പ്രോബ്ലംസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾ ഞാനിവിടെ പറയുന്ന ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ നോട്ട്ബുക്കിൽ ചെയ്ത് ശ്രമിക്കുക. പിന്നെ കൂടുതൽ എക്സാമ്പിൾസ് ചെയ്തിട്ട് നമുക്ക് അത് എൻ്റെ ഒരു ഐഡിയ വരുത്താം. ഓക്കെ.